ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കലോമിൻസ്ക മെട്രോയിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് ഇവിടെയൊക്കെ ഈ സമ്മർ ആവുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനത്തെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇതുപോലത്തെ ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പ്, അതിനകത്തൊക്കെ ഇവരിങ്ങനെ, അതേപോലെ തന്നെ ഇവരുടെ തന്നെ ലോക്കൽ ന്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വന്നു കഴിയുമ്പം നമുക്കത് കണ്ടിട്ട് അവിടെ പോയിട്ട് പങ്കെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവരുടെ കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനാണ്. അതായത് ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലുള്ള കൾച്ചറുകളാണുള്ളത്. ഇത് നമ്മൾ കലോമിൻസ്ക മെട്രോയുടെ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഇവിടെ സമക്കാതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് സമക്കാത് ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് അതിൽ പോവാം. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇന്ത്യ റെസ്റ്റോറൻറ്റ് ഞാനിവിടെ കണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ കാണാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുന്നത് ഈ രണ്ട് സൈഡിലെ മരങ്ങൾ ആപ്പിൾ മരങ്ങളാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് സബാൻ തുയി എന്നാണ്. എന്ന് വെച്ചാൽ ചുർക്കി ആളുകൾ, തത്താരിസ്ഥാൻ, ബഷ്കീർ, കസാൻ, ഉസ്ബേക്ക്, തുർക്കിമിസ്ഥാൻ, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കുറേ സംസ്ഥാനങ്ങളിൽ ഇവർ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്താറുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ കൊയ്ത്തൊക്കെ കഴിയുമ്പോഴത്തേനും നടത്തുന്ന പോലെ വിത്ത് വിതച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ, അപ്പോൾ ഇവർ സമ്മർ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ കൃഷി വിളകളൊക്കെ ചെയ്തു എന്നുള്ള ആ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ ഇവരുടെ നാടുകളിൽ, ഇവരുടെ വില്ലേജിലൊക്കെ ഇവർ നടത്തും. അതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു ഡെമോ. ഇപ്പോഴും ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലത്തെ വില്ലേജിൽ ഇതുപോലത്തെ പ്രോഗ്രാം നടത്താറുണ്ട്. അവർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി വിളകളൊക്കെ ഇട്ടതിന് ശേഷം എല്ലാ വില്ലേജിലും ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പോൾ ആ സമയത്താണ് ആ വില്ലേജിലെ മുഴുവനും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും പങ്കെടുക്കും. അപ്പോഴാണ് അവർ പരസ്പരം കണ്ടുമുട്ടുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഉത്സവത്തിനോ അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ ചിലപ്പോൾ കണ്ടുമുട്ടാറില്ല. അത് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമായിട്ട് ചിലർ കാണാറുണ്ട്. ഓക്കെ, അത് തന്നെ സെയിം സാധനം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൊയ്ത്തിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേരെനിക്കറിയില്ല, നാണക്കേടാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. എന്നിട്ട് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഇവർ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് ആലോചിച്ച് ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ കല്യാണം സെറ്റാക്കുന്നു. അതൊക്കെയാണ് ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ചില സമയത്ത് നടക്കാറുള്ളത് അവരുടെ നാട്ടിൽ, അവരുടെ വില്ലേജിൽ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെ പേരറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുക. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഇവർ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും വീട്ടിലേക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ റേറ്റ് ചോദിച്ചപ്പോഴത്തേനും 15,000 രൂപയാണ് പറഞ്ഞത്. Я хочу с вами. Да? На свою камеру. കണ്ടോ, നമ്മൾ ഇന്ത്യൻസിനോടൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് എൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ ഇടയിൽ ഇംഗൂഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. ചിച്ചിനിയ സ്റ്റേറ്റിലുള്ള ഇംഗൂഷ്യ. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വെഡ്ഡിങ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയും മാത്രമാണ് പെണ്ണിനെ കാണുള്ളൂ. അതിനുശേഷം ഈ ചെറുക്കൻ കല്യാണം കഴിക്കാൻ വേണ്ടി ചെല്ലും. പക്ഷേ ഫേസൊക്കെ മറച്ചിട്ട്
ഫുള്ള് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ കാണുകയുള്ളൂ. അതിനുശേഷം ഈ അപ്പനും അമ്മയും ഈ പെൺകുട്ടീനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ 7 days ഈ ചെറുക്കൻ്റെ വീട്ടിൽ ഈ പെണ്ണ് കഴിയുവാണ്. പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡായ ഈ ചെറുക്കൻ വീട്ടിലുണ്ടാവത്തില്ല. അവനെ വേറെ വീട്ടിൽ കൂട്ടുകാരുടെ കൂട്ടത്തിലൊക്കെയാണ് താമസിപ്പിക്കുന്നത്. 7 days കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അപ്പനും അമ്മയും പറയാണ് ഈ പെണ്ണ് നമ്മുടെ വീടിന് ഓക്കെയാണ്, നമ്മളുമായിട്ട് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് ആ ചെറുക്കൻ തിരിച്ചു വന്നിട്ട് പിന്നെ ഈ പെണ്ണിൻ്റെ കൂട്ടത്തിൽ ജീവിക്കുന്നത്. ആ വീടിന് പറ്റാത്തൊരു ഇതാണെങ്കിൽ ആ പെണ്ണെ അതുപോലെ തന്നെ തിരിച്ചയക്കും. അങ്ങനെയാണ് ആ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ വെഡ്ഡിങ്ങും കൾച്ചറും ഒക്കെ. അപ്പം ഞാനിങ്ങനെയുള്ള വീഡിയോകൾ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും അവരുടേതായ കൾച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാനും അതൊക്കെ കാണാനായിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം നിങ്ങളൊക്കെ മോസ്കോയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ റഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അവരുടെ കൾച്ചർ മനസ്സിലാവും. ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചറൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതൊക്കെ ഇഷ്ടമുള്ളവർ ഇതൊക്കെ കാണുക. ഇനി ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.